ഇതിൽ നടനാരാ? നടൻ എന്ന് പറഞ്ഞാൽ ആരാ? ചിലർക്കാരനാണോ? നടൻ അയാള് തന്നെ, എം പി തന്നെ. എം പി തന്നെ. ആ എം പി എന്ന് പറയുന്നത് സാധാരണ എം പി അല്ല. രേവണ്ണയുടെ മകനും ഇപ്പൊ എം പിയുമായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ. അല്ല, ഇത് നടനൊക്കെ അദ്ദേഹം തന്നെ. നടനൊക്കെ പ്രജ്വൽ രേവണ്ണ, ഉജ്ജ്വലനാണവൻ. ചില്ലറക്കാരനല്ല. ആ രീതിയിൽ 400ഓളം ആളുകളെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചില്ല. കുറെ ഫിലിമൊക്കെ ഇറങ്ങി എന്നതിന്റെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഈ 400 സ്ത്രീകളുമായി നടിച്ചത് ഇദ്ദേഹം തന്നെയാണ്. അതെ അതെ, വല്ലാത്ത സംഭവം തന്നെയല്ലേ ശരിക്കും. പിന്നെ കർണാടകയിൽ ഒരു സൂപ്പർ സ്റ്റാർ പഴയ രാജ്കുമാർ. അതെ, രാജ്കുമാർ അതുക്കും മേലെ പോയി. അതുക്കും മെഗാ സ്റ്റാർ ആണ് ഉജ്ജ്വൽ രേവണ്ണ. 400 സ്വന്തമായി 400 പടത്തിൽ അഭിനയിച്ച് ഇദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്യുക, ഇദ്ദേഹം തന്നെ മേക്ക് ചെയ്യുക, എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കഴിയില്ല, ഇടയ്ക്കിടയ്ക്ക് അത് കാണാൻ വേണ്ടിയിട്ട്. മോദിയുമായിട്ട് വലിയ ബന്ധമുള്ള ആളല്ലേ. പിന്നെ മോദി വന്ന് കൈകളൊക്കെ കൂട്ടിപ്പിടിച്ച് ഉയർത്തി എന്റെ ഉജ്ജ്വലനാണ്, ഉജ്ജ്വലൻ എന്ന് പറഞ്ഞിട്ട് വോട്ട് തേടി പോയതാണ് കഴിഞ്ഞ ആഴ്ച. ഓൾറെഡി ഇപ്പം അദ്ദേഹത്തിന്റെ പിതാവ് രേവണ്ണ ജയിലിലായില്ലേ. ജയിലിലായത് അദ്ദേഹത്തിനും ഈ വിഷയത്തിൽ പങ്കാളിത്തമുണ്ട് എന്നതുകൊണ്ടാണ്. അതിനെ സംബന്ധിച്ച് ഇപ്പൊ കുടുംബത്തോടെ പീഡിപ്പിക്കും. സ്വന്തം നടനായി 3000ഓളം വീഡിയോയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് കഴിയുന്നതല്ല. അപ്പൊ ഇത്രയേറെ മോശമായ വീഡിയോയിലേക്ക്, നീലചിത്ര വീഡിയോയിൽ അഭിനയിച്ച ഇദ്ദേഹത്തിന് ഓസ്കാർ തന്നെ കിട്ടണമെന്നുള്ളതാണ് അല്ലെ. നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കണം എന്ന് തോന്നിയോണ്ടാണ് മാറുന്നത്. വല്ലാതെ ചൂടാണല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ കർണാടക വിഷയവുമായി വല്ലാതെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ലാത്തൊരു സംഭവമുണ്ട്. അപ്പോൾ കർണാടക ഒന്ന് ചർച്ച ചെയ്യാന്ന് വെച്ചപ്പോഴാണ് വല്ലാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർണാടകയിൽ ഘട്ടം ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഒരു ഘട്ടം തെരഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ് അല്ലെ. അതെ അതെ. വിരാട്ട്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ശരിക്കും ഞാൻ ഈ മാറി നിന്നോണ്ടേ വല്ല പഠിച്ചിട്ടില്ല. പഠിക്കാതിരിക്കുന്ന നല്ലത്. അതെന്താ പഠിക്കാതിരിക്കാൻ നല്ലതെന്ന് വെച്ചാല് ആ രീതിയിലുള്ള വാർത്തകളാണല്ലോ കർണാടകയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു മനുഷ്യൻ, നമുക്ക് അങ്ങനെയൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഒരു മനുഷ്യൻ 400ഓളം സ്ത്രീകളെ ദുരുപയോഗിച്ച് ഏതാണ്ട് 3000ഓളം വീഡിയോ എടുത്ത് ആ വീഡിയോ ഇപ്പൊ പുറത്തു, പിന്നെ കർണാടക മുഴുവൻ, ബംഗളൂരു മുഴുവൻ ഒക്കെ അങ്ങനെ സ്പ്രെഡായി ആളുകൾ. പ്രശ്നമല്ലേ ഞാൻ പറയുന്നത്. ഇതിൽ നടനാരാ? നടൻ എന്ന് പറഞ്ഞാൽ ആരാ? ചിലർക്കാരനാണോ? നടൻ അയാള് തന്നെ, എം പി തന്നെ. എം പി തന്നെ. ആ എം പി എന്ന് പറയുന്നത് സാധാരണ എം പി അല്ല. സാധാരണ എം പി ആണെങ്കിലും വേണ്ടില്ല. പക്ഷേ ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന HD ദേവഗൌഡ എന്ന് പറയുന്ന പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവിന്റെ മകൻ, രേവണ്ണയുടെ മകനും ഇപ്പൊ എം പിയുമായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ. അല്ല, ഇത് നടനൊക്കെ അദ്ദേഹം തന്നെ. നടനൊക്കെ പ്രജ്വൽ രേവണ്ണ, ഉജ്ജ്വലനാണവൻ. ചില്ലറക്കാരനല്ല. അപ്പൊ ആ രീതിയിൽ 400ഓളം ആളുകളെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചില്ല. കുറെ ഫിലിമൊക്കെ ഇറങ്ങി എന്നതിന്റെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഈ 400 സ്ത്രീകളുമായി നടിച്ചത് ഇദ്ദേഹം തന്നെയാണ്. അതെ അതെ, വല്ലാത്ത സംഭവം തന്നെയല്ലേ ശരിക്കും. അവിടെ പിന്നെ കർണാടകയിൽ ഒരു സൂപ്പർ സ്റ്റാർ പഴയ രാജ്കുമാർ. അതെ, രാജ്കുമാർ അതുക്കും മേലെ പോയി. അതുക്കും മെഗാ സ്റ്റാർ ആണ് ഉജ്ജ്വൽ രേവണ്ണ. 400 സ്വന്തമായി 400 പടത്തിൽ അഭിനയിച്ചു സ്ത്രീകളുമായി. വല്ലാത്ത ദൃശ്യങ്ങളായിരിക്കും ശരിക്കണ്ടല്ലേ. ഇത് ഇദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്യുക, ഇദ്ദേഹം തന്നെ മേക്ക് ചെയ്യുക, എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കഴിയില്ല, ഇടയ്ക്കിടയ്ക്ക് അത് കാണാൻ വേണ്ടിയിട്ട്. മോദിയുമായിട്ട് വലിയ ബന്ധമുള്ള ആളല്ലേ. പിന്നെ മോദി വന്ന് കൈകളൊക്കെ കൂട്ടിപ്പിടിച്ച് ഉയർത്തി എന്റെ ഉജ്ജ്വലനാണ്, ഉജ്ജ്വലൻ എന്ന് പറഞ്ഞിട്ട് വോട്ട് തേടി പോയതാണ് കഴിഞ്ഞ ആഴ്ച. തൊട്ടു മുമ്പത്തെ ആഴ്ച. അതോടുകൂടിയാണ് ഈ സംഗതി, പിന്നെ ഒരു ബോംബ് സ്ഫോടനം നടന്നതുപോലെ, അതിന്റെ ശൽക്കങ്ങൾ ചിതറിത്തെറിച്ചതുപോലെ 100 കണക്കിന് 1000 പെൻഡ്രൈവുകളാണ് ബംഗളൂരു മുഴുവൻ, കർണാടക മുഴുവൻ സ്പ്രെഡായത്. അല്ല, ഇതിൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം തന്നെ 3000ഓളം വീഡിയോകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവൻ എന്ന് തുടങ്ങിയിരിക്കും ഈ പരിപാടി? അതാണ് അന്ന് മുതലേ ഉള്ള. ഇത് ശരിക്കും പരസ്പര സമ്മതത്തോടെയാണോ? പരസ്പര സമ്മതത്തോടെ മാത്രമല്ല, അതില് എനിക്ക് തോന്നുന്നത് ആ കുടുംബം തന്നെ അതിൽ പ്രതികളാണെന്നാണ്. ഓൾറെഡി ഇപ്പം അദ്ദേഹത്തിന്റെ പിതാവ് രേവണ്ണ ജയിലിലായില്ലേ. ജയിലിലായത് അദ്ദേഹത്തിനും ഈ വിഷയത്തിൽ പങ്കാളിത്തമുണ്ട് എന്നതുകൊണ്ടാണ്.
അതിനെ സംബന്ധിച്ച് ഇപ്പൊ കുടുംബത്തോടെ പീഡിപ്പിക്കും സ്വന്തം നടനായി അല്ലെ. അതെ, ഇത്ര ഒരു വിഡ്ഢിത്തരം ഒരു MP ചെയ്യുമോ എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കാം. അതേ തുടർന്ന് ഒരു മാനസിക ഒരു ക്രൈം ഒരാൾ ചെയ്യുന്നതിനെ കുറിച്ച്, ആവർത്തിച്ച് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ, അതിന് പിടിക്കപ്പെടുന്നത് വരെയൊക്കെ ആ ക്രൈം അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അയാൾ കുറെ കൂടി പവർഫുൾ ആണെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ മറപിടിച്ചുകൊണ്ടോ മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു സംഗതിയുണ്ട്. കാരണം അത്ര അധികാരമുള്ള ഒരു കുടുംബമാണ് ദേവഗൌഡയുടെ കുടുംബം. രേവണ്ണയാണെങ്കിലും MLA ആണ്, പ്രജ്വൽ രേവണ്ണയാണെങ്കിൽ MP ആണ്. അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇതിൽ തമാശ എന്താണെന്നറിയോ, ഈ സംഗതി പതുക്കെ ലീക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ പ്രജ്വൽ രേവണ്ണ തന്നെ പോയി എന്റെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അതാണ് പാരിയായത്. കാരണം പോലീസ് അന്വേഷണം വരുന്ന സമയത്ത് ഇതിന്റെ സോഴ്സ് പരിശോധിക്കുന്ന സമയത്ത് പിന്നെ കാണുന്നത് ആയിരക്കണക്കിന് വീഡിയോസ് വരുന്നു. അതൊക്കെ ഫേക്ക് വീഡിയോ ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം അതിന് ആ രീതിയിലുള്ള സോഴ്സ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ഡ്രൈവർ, അങ്ങനെയാണ് പുറത്തു വരുന്ന കഥകൾ. അദ്ദേഹമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഇടഞ്ഞു. അത് ജോലിയിൽ നിന്ന് പോയതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ശേഖരമോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കോ, അങ്ങനെ 4000 ഉണ്ടല്ലോ, ചെറിയ ഡ്രൈവിലൊന്നും പോരല്ലോ, ഹാർഡ് ഡിസ്ക് തന്നെ അദ്ദേഹം ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ഹാർഡ് ഡിസ്ക് തന്നെയുമോ കോപ്പി ചെയ്യുകയോ കൈക്കലാക്കുകയോ ഈ ഡ്രൈവർ ചെയ്തിട്ടുണ്ടാവും. കൊടുക്കണ ഒരു പണി പ്രജ്വൽ രേവണ്ണയ്ക്ക് തന്റെ പഴയ ബോസാണ്, അദ്ദേഹത്തിന് ഒരു പണി കൊടുക്കാമെന്നുള്ള നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇത് മുഴുവൻ പുറത്തു വരുന്നത്. ആ പുറത്തു വന്നതോടുകൂടി അദ്ദേഹത്തിന് മുക്കക്കളി. ഇതറിയാത്തവരല്ല BJPയുടെ നേതാക്കൾ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാം, ഒരു കാര്യം പറയട്ടെ, ഈ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് ഇദ്ദേഹത്തിന് ഓസ്കാർ വാങ്ങിക്കൊടുക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്തായാലും അത് ഇടപെടണമല്ലോ. പ്രധാനമന്ത്രിക്കും ഒരു അറിയാമല്ലോ ഇദ്ദേഹം ഒരു MP ആണ് എന്നുള്ളത്. 100% ഇത്തരം സംഭവങ്ങൾ 4000-ഓളം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് അല്ലെ ഒരു ഓസ്കാർ. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് അദ്ദേഹത്തെ വീണ്ടും MP ആക്കാനുള്ള പണിയാണ് എടുത്തത്. അതാണ് എന്റെ കാര്യം. വീണ്ടും അദ്ദേഹത്തെ ചിലപ്പോ ഒരുപക്ഷെ പിന്നെ നമ്മുടെ BJP ഗവൺമെന്റ് പിന്നെ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അത് സാംസ്കാരിക വിഭാഗത്തിന്റെ തലവനാക്കാൻ നല്ല ഒരുപക്ഷെ മോദി ആലോചിച്ചിട്ടുണ്ടാവും. ആ രീതിയിലാണ് സ്ത്രീ സുരക്ഷ സുരക്ഷയായിരിക്കും ആ വകുപ്പ് കൊടുക്കാം, അഡീഷണൽ വകുപ്പ്. എന്തായാലും അങ്ങനെ അദ്ദേഹത്തെ വീണ്ടും MP ആക്കുന്നതിന് വേണ്ടി അവിടെ വന്ന് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് മോദി നേരിട്ട് അദ്ദേഹത്തിന്റെ കൈകളൊക്കെ പിടിച്ചുയർത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞത് ആരെയാ? ഇത്തരത്തിൽ 100 കണക്കിന് സ്ത്രീകളെ 1000 തവണ ഈ തരത്തിൽ ലൈംഗിക വൈകൃതത്തിന് വിധേയമാക്കിയ ഒരു മനുഷ്യനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വിവരമില്ലാതെ വന്ന് ചെയ്താണെന്ന് കരുതാനൊന്നും ന്യായമില്ല. അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പുറത്തു വന്നപ്പോൾ തന്നെ ഈ വീഡിയോസ് ഔട്ടായതാണ്, അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് വന്നതല്ല. എന്നിട്ടും പ്രധാനമന്ത്രി അവിടെ വന്ന് ഇദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങളോട്. മാത്രവുമല്ല, ഗുരുതരമായ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് ഇതൊരു കേസാവുന്നു എന്നുള്ള നിലയിൽ വന്ന സമയത്ത് ഈ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് സ്കൂട്ടായി. ആ ജർമ്മനിയിലേക്ക് സ്കൂട്ടാവുന്നത് ഈ പറയുന്ന ഗ്രീൻ ചാനലിലൂടെയാണ്. ഒരു എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കി കൊടുത്തു എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അങ്ങനെ സൗകര്യപ്പെടുത്തിക്കൊണ്ട് ജർമ്മനിയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. 10-70 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു രേവണ്ണയ്ക്ക്. പിതാവും ഇതിൽ കക്ഷിയാണെന്നാണ് പറയുന്നത് കേസിൽ. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ആ മനുഷ്യരിപ്പം ജയില്ല. അതിനെ സംബന്ധിച്ച് ഒരു SIT ഉണ്ടാക്കിയിരിക്കുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു പ്രജ്വൽ രേവണ്ണയ്ക്ക് എതിരായി. അദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി CBI ഇന്റർപോളിന്റെ സഹായം തേടിയിരിക്കുന്നു. ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമാണ് പൊതുവിൽ കർണാടകയിലെ ജനം. ഇതിന്റെ റിസൾട്ട് ഉണ്ട്. തീർച്ചയായും ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഹാഫ് മാർക്ക് പിന്നിട്ടിട്ടേ ഉള്ളൂ കർണാടകയിലെ തെരഞ്ഞെടുപ്പ്. 14 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. നാളെ 14 നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട, BJPയുടെയും JDSന്റെയും നേതാക്കൾക്ക് അങ്ങനെ ഒരു ബന്ധം അടുത്ത കാലത്ത് ഉണ്ടാക്കിയതേ വേണ്ടിയിരുന്നില്ല എന്ന നിലയിലേക്ക് എത്തി. തലയിൽ മുണ്ടിട്ടല്ലാതെ അവർക്ക് വോട്ട് ചോദിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. കേന്ദ്രത്തിലെ BJP അടക്കം ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഒരൊറ്റ കാര്യത്തിൽ BJPക്ക് ഒരൊറ്റ കാര്യം ചെയ്യാമായിരുന്നു. ആ മുന്നണിയുമായി, ആ സഖ്യവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ആ മുന്നണി ബന്ധം വേർപെടുത്താൻ അവർ തയ്യാറായിട്ടില്ല. അങ്ങനെയാണല്ലോ, കൊള്ളരുതാത്ത ഒരാളെ കൂടെ കൂട്ടിയിട്ട് നാട് മുഴുവൻ നശിക്കുന്നതിന് ഭാഗമായിട്ട് ഉള്ള പോക്കാണെങ്കിൽ അവരെ കൈയൊഴിയുന്നതിന് BJP തയ്യാറാകട്ടെ.
ആ JDS സഖ്യത്തിൽ നിന്ന് BJP മാറ്റാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെയൊക്കെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ അവർ അനുഭവിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവിടെ മാത്രം ഒതുങ്ങുന്നൊരു കാര്യമല്ല. അവിടെ ഈ പറയുന്ന ഗ്രീൻ ചാനലിലൂടെ പുറത്തു കടക്കാൻ അവസരം കൊടുത്തു. അയാളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അവർക്കുണ്ടായിരുന്നു. അവരെ ആ വിവരങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ തന്നെ അവരെ ജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക. അതേസമയം ഈ തരത്തിൽ വലിയൊരു ക്രൈം നടന്നതായി, സംഘടിതമായി, ക്രൂരമായി, ഇത്രമാത്രം സ്ത്രീവിരുദ്ധമായി ഒരു കേസ് ഒരു സംസ്ഥാനത്ത് ഉണ്ടായിട്ട് അവരെ വീണ്ടും ഓണർ ചെയ്യുകയും അവരെ ചേർത്ത് നിർത്തുകയും അവരെ മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത് വീണ്ടും തെരഞ്ഞെടുപ്പിന് പോകുക എന്ന് പറയുമ്പോൾ അസാധ്യ തൊലിക്കെട്ടി തന്നെ വേണം. മെഗാസ്റ്റാർ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് അപ്പോഴാണ് നമ്മൾ പരിശോധിക്കുന്നത്. തീർച്ചയായും ഇത് വലിയ രീതിയിൽ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കാര്യം 3000-ഓളം സ്ത്രീകളെ നഗ്നനായി പീഡിപ്പിക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ അത്രയേറെ ക്രൈം ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വിനോദേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ മുന്നണിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ അധികാരത്തിന്റെ എന്താണ് പറയാ, അധികാരത്തിന്റെ അത്രയും നാണം കെട്ട രീതിയിലേക്ക് കളി പോകുന്ന ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ചെറിയ കുട്ടികൾക്ക് വരെ അറിയാൻ സാധിക്കും. കാരണം 3000-ഓളം വീഡിയോ ആണ്. ഇത് വല്ലാത്ത വൈകല്യമാണ്. ശരിക്കും ഇത്തരം ആളുകളൊക്കെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന അത്രയേറെ നീചമാണ്. അതാണ് ഞാൻ പറയുന്നത്. ശരിക്കും പ്രധാനമന്ത്രി വരെ ഇടപെട്ട് അദ്ദേഹത്തിന് ഒരു ഓസ്കാർ അവാർഡ് നൽകി കൊടുക്കണം. കാര്യം 3000-ഓളം വീഡിയോയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് കഴിയുന്നതല്ല. അപ്പൊ ഇത്രയേറെ മോശമായ വീഡിയോയിലേക്ക്, നീലചിത്ര വീഡിയോകള് അഭിനയിച്ച ഇദ്ദേഹത്തിന് ഓസ്കാർ തന്നെ കിട്ടണം എന്നുള്ളതാണ് അല്ലെ? അപ്പോ ഓസ്കാർ തന്നെ അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കും. പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ചിലപ്പം മിക്കവാറും ഓസ്കാറുമായിട്ട് വരും. പറയാൻ കഴിയില്ല. ഇന്നത്തെ കാലാവസ്ഥ, ഇന്നത്തെ അന്തരീക്ഷം അതാണ്. അപ്പോ തീർച്ചയായും നന്ദി, നമസ്കാരം. ഇതോടൊപ്പം തന്നെ പറയുന്നത് കർണാടകയിൽ ശരിക്കും 100% ഇതിന്റെ പേരിലൊക്കെ ശരിക്കും 100% BJP നല്ല തിരിച്ചടി തന്നെ കിട്ടും എന്നുള്ളതാണ് സാധാരണക്കാരനായ ഒരു വ്യക്തി എന്ന നിലക്ക് എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം കർണാടക എനിക്ക് നന്നായിട്ട് അറിയാം. കർണാടക നന്നായിട്ട് വിലയിരുത്തുന്ന സംഭവം തന്നെയാണ്. പ്രതികരിക്കാൻ ശേഷിയുള്ള ആളുകൾ തന്നെയാണ് അവിടെ. കേരളം വിട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രതികരിക്കാൻ ശേഷിയുള്ള വ്യക്തികൾ തന്നെയാണ് അവിടെ. നന്ദി, നമസ്കാരം.